നമ്മളെ തോമസ് വീടിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ തറവാട് എൻ്റെ വീടിന്റെ ആ വെണ്ണാറമ്മലിലാണ്. നേരത്തെ മുതൽ തന്നെ നമുക്ക് ഹൃദയ ബന്ധമുള്ള ഒരാളാണ് തോമസ് വീട്. തോമസ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നായിട്ടല്ല, എല്ലാ കാലത്തും ഒരു എളിമയുടെ ഒരു പ്രതിരൂപമാണ് തോമസ് വീട്. ഈ അടുത്ത കാലത്തിനോട് പലരും കുറേയായി തോമസ് വീടിന് ചെയർമാനായപ്പോൾ കന്യാസ്ത്രീമഠത്തിൽ ചെന്നാൽ പുള്ളി എപ്പോഴും ഞങ്ങളുടെ വരുന്നതാണ്. ഞങ്ങളുടെ ഓർഗനൈസിന് സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെല്ലാത്ത മഴകളോ അതുപോലെ ഓർഗനൈസുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ആരോടും അധികം അങ്ങനെ പറയാനൊന്നുമില്ല. എല്ലായിടത്തും ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് കടന്നിരുന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ തോമസ് പീറ്റർ. ഇങ്ങനെ ഒരു ഇളവിയുടെ പ്രതിരൂപമായ തോമസ് പീറ്റർ നമ്മുടെ ചെയർമാനായിട്ട് കിട്ടുന്നത് നമ്മളെ വളരെയധികം സന്തോഷിക്കുക. കാരണം ലാളിത്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഒരു 3 വർഷം മുമ്പ് അദ്ദേഹത്തിനോട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചിലപ്പോൾ കുറച്ച് അവസാന കാലഘട്ടത്തിൽ ചെയർമാൻ സ്ഥാനം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, കിട്ടുമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കിട്ടിയെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ നമ്മളതിനു വേണ്ടി കിടന്ന് വെള്ളം ഉണ്ടാക്കാമെന്ന് നമ്മുടെ ഒരു കുടുംബ പാരമ്പര്യം അങ്ങനെയല്ല തകറ്റാറ്. ആ രീതിയിലാണ് എല്ലാ കാലത്തും. 3 വർഷം മുമ്പ് ഞാൻ ചോദിച്ചപ്പോഴും നമ്മളെ ആൻഡോച്ചന്റെ അവസാന കാലഘട്ടത്തിൽ ചോദിച്ചപ്പോഴും അദ്ദേഹം എപ്പോഴും ആ അധികാരത്തോടുള്ള ഭ്രമമില്ല, കിട്ടിയാൽ കിട്ടും മേടിക്കും എന്നുള്ള രീതിയിൽ. ഇന്നലെയാണ് തന്നെ ഞങ്ങളുടെ അടുത്ത് ജോസ് കെ മാണി ആയിട്ട് വന്ന് ആ ദയാഭവനിലെ ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ കർമ്മോത്സുകതയോടുകൂടി തന്നെ ജോസ് കെ മാണിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ കന്യാസ്ത്രീമാരുടെ സ്ഥലം കൈയേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മുന്നിൽ നിന്ന ആളാണ് ശ്രീ തോമസ് പീറ്റർ. തോമസ് പീറ്ററിന് എല്ലാവിധ സ്വാഗതവും നൽകുകയാണ്. അതുപോലെ നമ്മുടെ തോമസ് വീടിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ തറവാട് എൻ്റെ വീടിന്റെ ആ വെണ്ണാറമ്മലിലാണ്. നേരത്തെ മുതൽ തന്നെ നമുക്ക് ഹൃദയ ബന്ധമുള്ള ഒരാളാണ് തോമസ് പീറ്റർ. തോമസ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നായിട്ടല്ല, എല്ലാ കാലത്തും ഒരു എളിമയുടെ ഒരു പ്രതിരൂപമാണ് തോമസ് പീറ്റർ. ഈ അടുത്ത കാലത്തിനോട് പലരും കുറേയായി തോമസ് പീറ്റർ ചെയർമാനായപ്പോൾ കന്യാസ്ത്രീമഠത്തിൽ ചെന്നാൽ പുള്ളി എപ്പോഴും ഞങ്ങളുടെ വരുന്നതാണ്. ഞങ്ങളുടെ ഓർഗനൈസിന് സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെല്ലാത്ത മഴകളോ അതുപോലെ ഓർഗനൈസുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ആരോടും അധികം അങ്ങനെ പറയാനൊന്നുമില്ല. എല്ലായിടത്തും ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് കടന്നിരുന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ തോമസ് പീറ്റർ. ഇങ്ങനെ ഒരു ഇളവിയുടെ പ്രതിരൂപമായ തോമസ് പീറ്റർ നമ്മുടെ ചെയർമാനായിട്ട് കിട്ടുന്നത് നമ്മളെ വളരെയധികം സന്തോഷിക്കുക. കാരണം ലാളിത്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഒരു 3 വർഷം മുമ്പ് അദ്ദേഹത്തിനോട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചിലപ്പോൾ കുറച്ച് അവസാന കാലഘട്ടത്തിൽ ചെയർമാൻ സ്ഥാനം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, കിട്ടുമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കിട്ടിയെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ നമ്മളതിനു വേണ്ടി കിടന്ന് വെള്ളം ഉണ്ടാക്കാമെന്ന് നമ്മുടെ ഒരു കുടുംബ പാരമ്പര്യം അങ്ങനെയല്ല തകറ്റാറ്. ആ രീതിയിലാണ് എല്ലാ കാലത്തും. 3 വർഷം മുമ്പ് ഞാൻ ചോദിച്ചപ്പോഴും നമ്മളെ ആൻഡോച്ചന്റെ അവസാന കാലഘട്ടത്തിൽ ചോദിച്ചപ്പോഴും അദ്ദേഹം എപ്പോഴും ആ അധികാരത്തോടുള്ള ഭ്രമമില്ല, കിട്ടിയാൽ കിട്ടും മേടിക്കും എന്നുള്ള രീതിയിൽ. ഇന്നലെയാണ് തന്നെ ഞങ്ങളുടെ അടുത്ത് ജോസ് കെ മാണി ആയിട്ട് വന്ന് ആ ദയാഭവനിലെ ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ കർമ്മോത്സുകതയോടുകൂടി തന്നെ ജോസ് കെ മാണിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ കന്യാസ്ത്രീമാരുടെ സ്ഥലം കൈയേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മുന്നിൽ നിന്ന ആളാണ് ശ്രീ തോമസ് പീറ്റർ. തോമസ് പീറ്ററിന് എല്ലാവിധ സ്വാഗതവും നൽകുകയാണ്. അതുപോലെ നമ്മുടെ ഈ മൂന്നാറിലെ ആ ബിൽഡിംഗില്ലേ അവിടെ ഈ നഗരസഭ തന്നെ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു ഔട്ട്ലെറ്റ് എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആളുകളായി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ ഷട്ടർ എടുക്കുമെന്ന് ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ചായിരുന്നു. പക്ഷെ അത്ര നഗരസഭയിൽ ഇങ്ങനെ നടത്തിയാൽ അത്ര വൈബിൾ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമുക്ക് അതിയായ ശങ്കയുണ്ട്. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുത്താൽ കുറെ കൂടെ നല്ലതായിരിക്കും എന്നൊരു തീരുമാനമാണ് ഞങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിലേക്ക്. അതെ 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 തീർച്ചയായിട്ടും. എങ്കിലും ഞങ്ങൾ വീട്ടിൽ ചിന്തിച്ച് നോക്കാം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ നല്ല നിർദ്ദേശം നിങ്ങളും പറയണം. മഴക്കാലത്ത് വെള്ളക്കെട്ട് നമ്മുടെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ മുന്നിലും KSRTC സ്റ്റാൻഡിന് മുന്നിലും വാഹനങ്ങളൊക്കെ പോകുന്നത് അതിൻ്റെ ഫോട്ടോ എടുത്ത ബോട്ട് വരുന്ന പോലെയാണ് വരുന്നത്. പാലായുടെ വലിയൊരു നാണക്കേടാണത്. അതൊരു ഐച്ഛിക വിഷയമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഒരു അഭിമാനമായിട്ട് എടുത്തുകൊണ്ട് അത് ആ ജലമൊക്കെ നിർഗമനം ചെയ്യുന്ന ഓടകൾ വൃത്തിയാക്കി ഒരു കൗൺസിലിൽ ചർച്ച ചെയ്ത വിഷയമാണ്. കൗൺസിലിൽ ശരിക്കും ഈ ഓണങ്ങളെല്ലാം പീഡബ്ല്യു
ഡബ്ല്യുഡിയുടെ ഓർഡറുകളാണ് ഇതെല്ലാം. PWD-യാണ് വാസ്തുവിലെ വർക്ക് ചെയ്യുന്നത്. കോൺട്രാക്ടർക്ക് ടെൻഡർ കൊടുത്ത് PWD ചെയ്തതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സെന്റ് തോമസ് കോളേജിന്റെ അവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് ഇതുപോലെ PWD-യിൽ പ്രസ് ചെയ്ത് അവരെ കൊണ്ട് ഓട ക്ലീൻ ചെയ്യാൻ പറ്റി. പക്ഷെ അവിടെ വെള്ളക്കെട്ട് വളരെയധികം മാറുകയും ചെയ്തു. അങ്ങനെ ശരിക്കും എല്ലാ റൂട്ടിലുള്ള ഈ PWD ഓർഡറുകൾ ഓരോ വർഷം മാറിയാണെങ്കിൽ ഓരോ റൂട്ട് തീർത്ത് ചെയ്യണമെന്ന് നിങ്ങൾ കൗൺസിൽ പാസ്സാക്കി ഓൾറെഡി PWD-ക്ക് കൊടുത്തിരിക്കുന്നതാണ്. PWD ആണോ മുൻകൈ എടുക്കേണ്ടത്? PWD-ആണ് ഈ ഓർഡറുകൾ. ഈ MP ഫണ്ടോ MLA ഫണ്ടോ ഒക്കെ അതിനകത്ത് ഉപയോഗിക്കാൻ മേലെ? MP ഫണ്ട് MLA ഫണ്ട് ഓർഡറുകൾ ക്ലീൻ ചെയ്യാൻ സാധാരണ ഉപയോഗിക്കാറില്ല. PWD-ക്ക് അതിനുള്ള ഫണ്ടുകൾ വരുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് പോലും അവർ ചെയ്യും. എങ്കിലും ഞങ്ങളത് പരിശോധിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതി നമുക്ക് അവരുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ലക്ഷ്യം ഇതെല്ലാം മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതെ, അത് പാലായ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് ഈ മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത്. നമുക്ക് ഈ പാലാ പ്രദേശത്തെ ഒരു പരിമിതി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരം അവസാനം ചെലവഴിക്കാൻ നമുക്ക് ആകെയുള്ള സ്ഥലം 2 പാർക്കുകളാണ്. കുമാരനാശം പാർക്ക് നേരത്തെ ഒരു ഐസ്ക്രീം ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെന്തോ കാരണത്താൽ അവരെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രശ്നം ഇപ്പം നമ്മളത് പ്രൈവറ്റൈസ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഫീസ് ഇടാക്കേണ്ടി വരുന്നുണ്ട്. ചെറിയ ഫീസ് വളരെ ചെറിയ ഫീസ് എന്ന് വെച്ചാൽ കോൺട്രാക്ട് എടുക്കുന്ന നമ്മൾ ചെറിയ മുനിസിപ്പാലിറ്റി നിയന്ത്രണങ്ങളുണ്ടാവും. തുച്ഛമായ ഫീസേ ഉള്ളൂ വെക്കുള്ളൂ. അതിനകത്ത് നിങ്ങൾ പറഞ്ഞ നടപ്പുകാരൊക്കെയാണ് ഞാനൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ ഒരു കുട്ടികളെ കൊണ്ട് ഈ പാല നമ്മൾ താഴെ പ്രദേശമായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു കടൽ തീരുവോ അല്ല മറ്റൊരു സ്ഥലമൊന്നുമില്ല. ഇതിനകത്ത് തന്നെ നടപ്പുകാരുണ്ട്. ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു കഫേ ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ആധുനിക രീതിയിൽ ബൈല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കോർട്ടാണ് അങ്ങനെയുള്ള കുറെ സൗകര്യങ്ങളും കൂടെ ഏർപ്പെടുത്തി തന്നെയാണ്. അപ്പൊ ഏറ്റവും മോഡേൺ രീതിയിൽ ചെയ്യുക. അത് നമ്മൾ ട്രയലായിട്ട് നോക്കുന്നു. അതിനെന്തെങ്കിലും നമുക്ക് അസൗകര്യം ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ അതിന് മാറ്റം വരുത്തും തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ആ രീതിയിൽ പോവുള്ളൂ. ഈ RV പാർക്ക് എങ്ങനെ നവീകരിക്കാനാണ്? RV പാർക്ക് അത് ഓപ്പൺ സ്റ്റേജ് വന്നതോടെ ആ പാർക്കിന്റെ ഒരു നഷ്ടപ്പെട്ടു പോയി. അല്ല, നമുക്ക് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയർ സെക്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജില് ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു വിനോദ പരിപാടികളൊക്കെ അത് എങ്ങനെ വേണമെന്നതിനെ കുറിച്ച് അധികം തീരുമാനം എടുത്തിട്ടില്ല. അത് നമ്മളൊക്കെ കോൺട്രാക്ട് ബേസിലൊക്കെ വിനോദ പരിപാടികൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഉപകാരപ്പെടും. ഓപ്പൺ സ്റ്റേജിന്റെ പുറവശം എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറിയുടെ പുറവശമായിട്ടാണ്. ലൈബ്രറിയുടെ അടിയിൽ നമുക്ക് വലിയ കാണുപോലെ അതിനകത്തേക്ക് വയോമിത്രം, അതുപോലെ നമ്മുടെ ലാബ് ഇതിന്റെ കൂടെ ഒരു ഔട്ട്ലെറ്റിലൂടെ പുറവശത്ത് തുടങ്ങിയിട്ട് അതിന്റെ പാർക്കിംഗ് ഒക്കെ കൊടുത്താൽ ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാണ്. അത് ഞങ്ങളുടെ ഒരു ഈ ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഒരു കാര്യം, ഒരു സജഷനാണ്. ഈ മുനിസിപ്പൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് മുനിസിപ്പാലിറ്റിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മെമ്പർഷിപ്പ് മുനിസിപ്പാലിറ്റിയെ പറ്റി താമസിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലത്ത് വായിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പോലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും വായനാസ്ഥാനങ്ങൾ അത്തരം സൗകര്യങ്ങൾ വേറെ കുറവാണ്. ചെറിയ ലൈബ്രറികളൊന്നുമില്ല. എന്നാൽ പരിസരത്തുള്ള ബാക്കി പഞ്ചായത്തുകൾ കണ്ടവർക്കൂടി മെമ്പർഷിപ്പ് കിട്ടാനുള്ള സൗകര്യങ്ങൾ താല്പര്യമുള്ളവർക്കൂടി നമ്മളത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇല്ലില്ല, തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ സാധിക്കുമെങ്കിൽ നമ്മളത് കൊണ്ടുവരും. അതിനുള്ള തീരുമാനം എടുക്കാം. അത് ഞങ്ങൾ ഹെൽത്ത് വിഭാഗത്തിൽ ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വിളിച്ചവരോട് സംസാരിച്ചിട്ട് അയച്ച സ്ഥലങ്ങൾ അവരെ കുറിച്ച് പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാലിന്യ സംസ്കരണത്തിലേക്ക് വളരെ പറയാൻ വന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാലനഗരത്തിലെ മാലിന്യം നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെ ഇന്നും ഇപ്പോൾ പരിശോധനയുണ്ട്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാർ, അതുപോലെ ഇല്ലീഗൽ പാടെ ഒപ്പം മുനിസിപ്പാലിറ്റി വാർത്ത പഠിച്ചിട്ടുണ്ട്. കാരണം പാൻമല പോലെ കുറെ വാശിക്കൂടെ നടത്തിച്ചിരിക്കുക ഈ മൃഗങ്ങളെ പിടിക്കുന്നത്. നിങ്ങളതിനെ ചെക്ക് ചെയ്ത് നമ്മുടെ 4-ാം തീയതി തന്നെയാണ് ഉള്ളത്. ഇന്ന് വേറെ പറഞ്ഞു 4-ാം തീയതി തന്നെ പിറ്റേന്ന് തന്നെ അത് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഇല്ലീഗൽ ആയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ ഹെൽത്ത് വിഭാഗം വളരെ പ്രതിജ്ഞാബദ്ധരാണ്. അവർ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളതിന് എല്ലാവരുടെ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് നിരോധിത സാധനങ്ങൾ എല്ലാം നമ്മൾ കണ്ടുപിടിക്കാനും അതിന് നമ്മൾ മാറ്റം ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഒരു പരിധി കഴിഞ്ഞ് വ്യാപാരികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നും അവരോട് പറഞ്ഞു. കാരണം ബിസിനസ് എല്ലാം ഇന്ന് വലിയ ബുദ്ധിമുട്ട്. ഞാൻ വ്യാപാരികളെയാണ്, ഞങ്ങൾക്ക് വ്യാപാരികളാണ്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അതും പറഞ്ഞിട്ടുണ്ടാക്കുക. എങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം അത് പറഞ്ഞു. ഭക്ഷണ സാധനങ്ങളിലൊക്കെ പരിശോധന കുറച്ചുകൂടി